ഞാൻ ഈ 4 വട്ടം ഇവിടെ കണ്ടെങ്കിലും എൻ്റെ പട്ടീനെ ആരും വിശ്വസിക്കുന്നില്ല. ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ആണല്ലോ പട്ടീനെ കൊണ്ടായ. ആ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ അത് പട്ടിപ്പുലിയായിരിക്കും, വേറൊന്നുമല്ല, കടുവയല്ല എന്നാണ് പറഞ്ഞത്. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. വെള്ളം തിരിക്കുമ്പോൾ സാധനം അവിടെ ഉണ്ട്. അങ്ങനെ വെള്ളമൊക്കെ നോക്കി പൈപ്പൊക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങളിങ്ങനെ വന്ന് ഇത് എവിടെ എത്തിയപ്പോൾ ഇവള് ഭാര്യ എന്തിനാ തിരിഞ്ഞ് വേക്കോട്ട് നോക്കിയപ്പോൾ കടുവ അതാ കാണുന്ന ആ ഒഴിവിൽ കറക്റ്റ് അത് റോഡാ, ആ റോഡിലിങ്ങനെ നിൽക്കുക. അപ്പം ഞങ്ങൾ തന്നെ നടന്നിങ്ങനെ വരിക വന്നിട്ട് അപ്പം തന്നെ എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. ഞാൻ അപ്പം തന്നെ ഇവിടെ തന്നെ വേഗം ഷൂട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ ഫോറസ്റ്ററെ വിളിച്ച് പറഞ്ഞപ്പം ഫോറസ്റ്റർ അന്ന് രാത്രി പറഞ്ഞത് ഇന്ന് വണ്ടിയില്ല, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഇപ്പം ഞങ്ങൾ രാവിലെ വരാം. ആ സമയത്ത് അവിടെ നിന്ന് ഒരു സാധനം നല്ല വലുപ്പമുണ്ട് എടുത്ത് ചാടി പട്ടീനെ പിടിച്ച് റിട്ടേൺ ആ കാട്ടിലേക്ക് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴെനിക്ക് സംശയം ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ ഇവർ പറയുന്നതാണ് അത് പുലിയാണ്, പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ തർപ്പിച്ചെന്ന് ഞാൻ പറയുന്നുണ്ട് കടുവയാണത് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ഒരു പശുവിനും കൂടി പിടിച്ച്. അതും ഞാൻ തന്നെയാണ് കാണുന്നത്. അതും ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് കാണുന്നത്. ഇതാ ഈ ക്യാപ്പ് കൂടെയൊക്കെയാണ് രാത്രി ആന വരും കാട്ടാന വരും. കാട്ടാന വന്ന് ഇവിടെ വന്നിട്ട് ചക്ക മാങ്ങ പറമ്പിലുള്ളതൊക്കെ നശിപ്പിക്കുക. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ പിലാക്കാവ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം കടുവ തന്നെയാണ്. ഈ ഒരു പ്രദേശത്ത് വീണ്ടും കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കടുവയെ കണ്ടു എന്ന് മാത്രമല്ല, കടുവ നേരിട്ട് നമുക്ക് വിഷ്വൽ അടക്കം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഒരു സ്ഥലത്തിനെക്കുറിച്ചൊന്ന് പറയാം. പിലാക്കാവ് എന്ന് പറയുന്ന സ്ഥലം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഒരു 2 മാസം മുന്നേ ഉള്ള നമ്മുടെ ചാനലിലെ സ്റ്റോറീസൊക്കെ കാണുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. പിലാക്കാവിനോട് ചേർന്ന് കിടക്കുന്ന ഇവിടുന്ന് തന്നെ ഒരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ള പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് രാധ എന്ന് പറയുന്ന ഒരു ചേച്ചിയെ 2 മാസം മുന്നേ കടുവ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല കൊന്ന് ഭക്ഷിച്ചു എന്നുള്ളതാണ്. അതെല്ലാം നമ്മളന്ന് ചാനലിൽ കൂടെ കണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം നടന്ന വലിയ പ്രക്ഷോഭവും അതിനുശേഷം കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അതൊക്കെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിന് മുന്നേയും കടുവയുടെ സാന്നിധ്യമൊക്കെ ഉള്ള പ്രദേശമാണ്. ആ ഒരു സംഭവത്തിന് ശേഷവും പിന്നീടും പല വീടുകളിൽ നിന്നും പട്ടികളെയൊക്കെ മിസ്സായിട്ടുണ്ട്. പക്ഷേ പലരും കടുവയെ കണ്ടിട്ടുണ്ട്, കടുവയുടെ കാൽപ്പാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും അതൊന്നും നേരിട്ട് സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പോംവഴി വരികയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഏതായാലും വീണ്ടും നമ്മൾ പിലാക്കാവിൽ തന്നെയാണുള്ളത്. ഇന്നലെ, അതായത് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. ശനിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഒരു വീടിൻ്റെ സമീപത്ത് നിന്ന് കടുവയെ നേരിട്ട് കണ്ടത്. ഒരു വലിയ കടുവ തന്നെയാണ്. നമുക്ക് ഏതായാലും ആ വിഷ്വലിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു വിഷ്വൽ നടന്ന ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇത് മെയിൻ റോട്ടിൽ നിന്ന്, അതായത് പിലാക്കാവിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോട്ടിൽ നിന്ന് തിരിഞ്ഞ് കയറുന്ന ഒരു കോൺക്രീറ്റ് റോഡാണ്. ഈ റോഡിൽ കൂടെ പോയ
ഈ കോൺക്രീറ്റ് തീരുന്നിടത്തുള്ള വീട്ടിലാണ് ആ വീട്ടുകാരാണ് ഈ ഒരു വിഷ്വൽ പകർത്തിയത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ആ ഒരു വീട്ടുടമസ്ഥനോട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലങ്ങളാണ്, ഇതിലൊക്കെ വീടുകളുണ്ട്. ബാക്കി ഒരു സൈഡിൽ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ്, മറ്റൊരു സൈഡിൽ ഫോറസ്റ്റാണ്. അപ്പം അങ്ങനെ ഒരു പ്രദേശമാണിത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള തലപ്പുഴ ഭാഗത്താണ് കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ പല വീഡിയോസിലും നമ്മൾ കാണിച്ചത് കടുവയുടെ സാന്നിധ്യം ഉള്ളൊരു പ്രദേശമായിരുന്നു. അപ്പോൾ ഈ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ പല സ്ഥലങ്ങളിലും കടുവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബിജു എന്നാണ്. ജോൺസൺ എന്ന് പറയപ്പെടും, ബിജു എന്നാണ് കൂടുതൽ അറിയാം. ഈ സ്ഥലം കറക്റ്റ് പേരെന്താ? ഈ സ്ഥലത്തിൻ്റെ പേര് വട്ടക്കുനി. അല്ലേ? വട്ടക്കുനി എന്നാണ് വീട്ടുപേര്. മണയംകുന്ന് എന്നാണ് അറിയപ്പെടുക. മണയംകുന്ന് സ്ഥലത്തിൻ്റെ പേര്. പിലാക്കാവ് അടുത്ത്. ഇവിടെ എപ്പോഴാട്ടെ ഇന്നലെ വൈകിട്ട് സംഭവം കണ്ടത്? ഇന്നലെ വൈകിട്ട് ഒരു 6:02 അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ വെള്ളക്കുടി കുറച്ച് ദൂരം അങ്ങ് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് വഴിയാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. അങ്ങനെ വൈകിട്ട് വെള്ളം വരാത്തതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ വെള്ളമൊക്കെ നോക്കി പൈപ്പൊക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങളിങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോൾ ഭാര്യ എന്തിനാ തിരിഞ്ഞ് വേക്കോട്ട് നോക്കിയപ്പോൾ കടുവ അതാ കാണുന്ന ആ ഒഴിവിൽ കറക്റ്റ് അത് റോഡാണ്, ആ റോട്ടിലിങ്ങനെ നിൽക്കുക. അപ്പം ഞങ്ങൾ തന്നെ അത് നടന്നിങ്ങനെ വരിക വന്നിട്ടിരിക്കുക. അപ്പം തന്നെ എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. ഞാൻ അപ്പം തന്നെ ഇവിടെ തന്നെ വേഗം ഷൂട്ട് ചെയ്ത് ഉടനെ തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വരാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവർ വരികയൊക്കെ ചെയ്തു. വന്ന് മെമ്പർമാരൊക്കെ അറിയിച്ച് അവരെല്ലാവരും വന്നു. രാത്രി അവർ കുറേ പേരുണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോൾ ഞാൻ തന്നെ ആ വീഡിയോ വിടുന്നത്. എനിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? ചേട്ടൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഇവിടെയാണ് ആ ഒരു വിഷ്വൽ ഇന്നലെ അവർ പകർത്തിയത്. ഇവിടുന്ന് കണ്ടേ? നമ്മൾ അവിടെ നിന്ന് കണ്ടു. അവർ ഇവിടുന്ന് വീഡിയോ എടുത്തത് ഇവിടുന്ന് എടുത്തല്ലേ? ഈ സ്പോട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ നിന്നിട്ട് എടുത്തല്ലേ? ഇവിടെ നിന്നിട്ടാണ്. ആ കാണുന്ന സ്ഥലത്താ ആ തേയിലത്തോട്ടത്തിൻ്റെ ആ ക്യാപ്പ് കാണുന്നുണ്ടല്ലോ, അത് തന്നെയാണ്. അവിടെ മുതൽക്ക് ഇങ്ങനെ ഈ മറവ് വരെ വന്ന് പോയി. ഇവിടെ വെച്ചാലേ ആ ഒരു സ്പോട്ടല്ലേ? ഇത് ഏതാ എസ്റ്റേറ്റ് ഏതാ? ഇത് ശാസ്ത ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അവർ മൊത്തത്തിൽ ഇത് മൊത്തം കാട് പിടിച്ച് അവർ ഒരുപാടുണ്ട്. ഇതൊക്കെ ഫോറസ്റ്റ് അവരുടെ അടുത്ത് നിന്ന് പിടിച്ചിട്ടിരിക്കുന്ന ഈ കാണുന്ന ഏരിയയൊക്കെ. അതിന് ഈ കടുവനെ കാണുന്ന 2 ദിവസം മുന്നെയാണ് എൻ്റെ വീട്ടിലൊരു കോമേറിയൻ പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ 7 മണിയാകുമ്പോൾ അഴിച്ചു വിടും, കൂട്ടുനിന്ന് പുറത്തിറക്കി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും കൂട്ട് കയറ്റി അങ്ങനെ നിരന്തരം കൊണ്ടു നടക്കുന്നത്. അപ്പം മിനിഞ്ഞാന്ന് ഞാൻ പട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു 7-7:30 ആയിട്ടുണ്ടാവും. ഞാൻ അവിടെ നിൽക്കുന്നുമുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് ഒരു സാധനം നല്ല വലുപ്പമുണ്ട് എടുത്ത് ചാടി പട്ടീനെ പിടിച്ച് റിട്ടേൺ ആ കാട്ടിലേക്ക് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴെനിക്ക് സംശയം ഞാൻ നേരിട്ട് കണ്ടു. ഇരുട്ടാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പോസ്റ്റ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രകാശം അടിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫോറസ്റ്ററെ വിളിച്ച് പറഞ്ഞപ്പോൾ ഫോറസ്റ്റർ അന്ന് രാത്രി പറഞ്ഞത് ഇന്ന് വണ്ടിയില്ല, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അപ്പം ഞങ്ങൾ രാവിലെ വരാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും ഫോറസ്റ്ററായിട്ട് നമ്മളിപ്പോൾ ഒരു സത്യം പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് നമ്മളെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അത് പുലിയാണ്, അത് പട്ടിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെ ഓരോന്നോ പറഞ്ഞ് അവർ ഒഴിവാകുക ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളിപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ട് ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഇത് പട്ടയമുള്ള സ്ഥലമല്ലേ? പട്ടയമുള്ള സ്ഥലമാണ്, ഭാര്യൻ്റെ വീതം കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ ഈ ഭാഗത്ത് മറ്റുള്ള വീടുകളൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് വീടാണ്. പക്ഷേ ഈ പോകുന്ന വഴിക്ക് താഴേക്ക് വീടുണ്ട്. നമ്മളെ വലിയ പെങ്ങന്മാരുടെ വീടൊക്കെ തന്നെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭയങ്കര ശല്യം വരുന്നത് നമുക്കാണ്. ഈ ക്യാപ്പ് കൂടെയൊക്കെയാണ് രാത്രി ആന വരും. കാട്ടാന വന്ന് ഇവിടെ വന്നിട്ട് ചക്ക മാങ്ങ പറമ്പിലുള്ളതൊക്കെ നശിപ്പിക്കുക ഇങ്ങനെയൊക്കെ. ഇപ്പം നമുക്കെന്ന് വെച്ചാൽ പശുക്കളുണ്ട്, തൊഴുത്ത് വലിയ സോഫ്റ്റല്ലാത്തതുകൊണ്ട് അതൊരു പേടി. രാത്രി കാലം നമുക്ക് മര്യാദയ്ക്ക് ഉറക്കമൊന്നും. മറ്റേ മൃഗം വന്നെന്ന് പറഞ്ഞ അല്ല, പട്ടീനെ പിടിക്കാൻ പിടിക്കുന്ന ഈ ഭാഗത്തുനിന്ന് അതൊന്ന് കാണിച്ചു ആ സ്ഥലം കാണിച്ചു. അവിടെ നല്ല കാൽപ്പാടോ അങ്ങനെ എന്തെങ്കിലും അത് ഉണ്ടായിരുന്നു. അത് കുറച്ച് അത് പോകും. കാൽപ്പാട് ഉണ്ടായിരുന്നോ? കാൽപ്പാട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ?
ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെയല്ല കാൽപ്പാട്, ആ പുല്ല് വെച്ച് പിടിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് പിടുത്തം കഴിയുന്നത്. പട്ടി ഇവിടെ നിന്നാ കുരയ്ക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സ്പോട്ടിൽ നിന്നാ പിന്നെ പട്ടി കുരയ്ക്കുന്നത് ഇവിടുന്ന്. അപ്പോൾ പിടിച്ചത് ഇവിടെ നിന്ന് കേട്ടോ, ഇവിടുന്ന്. അപ്പോൾ ഇവിടെ എവിടെയോ സാധനം ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് പട്ടി കുരച്ചത്. ഞാൻ അന്നേരം അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ ഒരൊറ്റ ശബ്ദമേ കേട്ടുള്ളൂ പട്ടി കരയുന്നതായിട്ട്. പിന്നെ ഞാൻ ഓടി ലൈറ്റ് ഇട്ട് അടിച്ചു നോക്കുമ്പോൾ ആ കാട്ടുകൂടെ ചാടി അങ്ങോട്ട്. അവിടെ കുറച്ച് മാന്തി പറിച്ചായിട്ട് പാടുണ്ടായി ആ മരക്കുറ്റിൻ്റെ അടുത്ത്. കടുവ ഇങ്ങനെ പോണ പോക്കിൽ മാന്തി പറിച്ചായിട്ടുള്ള പാട്. നോട്ടത്തിൽ നല്ല വലിപ്പം, നല്ല വലിപ്പം. ഞാൻ 4ാമത്തെ പ്രാവശ്യം സാധനത്തിനെ കാണുന്നത്. ആദ്യം മുമ്പ് കഴിഞ്ഞത് ഒരു ഈ ഒരു സമയത്ത് ഇവിടെ തന്നെ ഈ സ്പോട്ട് തന്നെ. അപ്പോൾ ഞാൻ ആടിനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട മുന്നിൽ നിന്ന്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പേപ്പർ ന്യൂസിലൊക്കെ വന്നായിരുന്നു. ആടിനെ പിടിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ബോധം കെട്ട് വീണ്. അത് കഴിഞ്ഞ ഡിസംബറിലും കണ്ടാണ്. അത് വലിയ വിഷയമൊക്കെ ആയതാണ്. ഈ ഡിസംബർ അല്ല, അതിന് മുന്നത്തെ. അപ്പോൾ ഞാൻ അന്ന് 5 ആടും പിന്നെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുങ്ങളെ തീറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട മുന്നേ കിടക്കുന്ന കാട്ടിൽ കിടക്കാൻ ഞാൻ അറിയുന്നില്ല. അപ്പോൾ തൊട്ട മുന്നിൽ ആടിനെ പിടിച്ച് ചാടി ഓടി അങ്ങ് പോയി. അന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ച് വിവരം പറഞ്ഞ അന്ന് നേരിട്ട് കണ്ടു. അത് കടുവനെ കറക്റ്റായിട്ട് ഞാൻ നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ ഒരു പശു അറിയിച്ചു. അവർ അന്ന് വന്ന് സ്പോട്ടിൽ വന്ന് കണ്ടിട്ട് പിന്നെ കാൽപ്പാടെല്ലാം കണ്ടിട്ട് കാൽപ്പാടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഇത് കടുവയല്ല, ഒരു പുലിയാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ കാര്യം ചേട്ടന് ഈ കടുവേനെയും പുലിയെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ TV ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ കടുവ ഏതാ പുലി ഏതാന്നുള്ളത്. ന്യൂസ് മാത്രമല്ല, എന്നാലും കടുവ എന്ന് പറഞ്ഞാൽ പുലി പോലെ രണ്ടും ജീവിയല്ലേ? 2 ജീവിയാണ്. പക്ഷെ അതിന് വ്യത്യാസം മാറ്റം ഉണ്ടല്ലോ. പിന്നെ കടുവയ്ക്കും അതിൻ്റെ രീതിയുണ്ട്. എന്തായാലും ഒരു കടുവേനെയും പുലിനെയും തിരിച്ചറിയാനുള്ള ബോധമൊക്കെ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ തീരെ ആദിവാസികളാന്ന് പറഞ്ഞില്ല, നമുക്ക് അതിനുള്ള ബോധം എന്തായാലും ഉണ്ട്. ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവർ പറയുന്നതാണ് അത് പുലിയാണ്, പിന്നെ അങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ തർപ്പിച്ചെന്ന് ഞാൻ പറയുന്നുണ്ട് കടുവയാണത് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്തുനിന്ന് ഒരു പശുവിനെ കൂടി പിടിച്ച്. അതും ഞാൻ തന്നെയാണ് കാണുന്നത്. അത് ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ തന്നെ വിവരം അറിയിച്ച് അന്നും ഫോറസ്റ്റുകാരൊക്കെ വന്ന് ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്ന് അത് അന്വേഷിച്ച് നോക്കുമ്പോൾ കടുവൻ്റെ ഇതാണെന്നാണ് പറഞ്ഞത്. അത് ശേഷമാണ് 2ാമത് പശുവിനെ പിടിച്ചപ്പോൾ അപ്പോഴവർക്ക് ബോധ്യമായി. ആ സ്പോട്ട് ചത്തു. കൊണ്ടുപോയിട്ടില്ല, പിന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് അവർ സ്ഥിരീകരിച്ച് കടുവയാണെന്നുള്ളത്. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ ഒന്ന് കാണുന്നത്. അപ്പോൾ ഇടയ്ക്ക് രാത്രി കാലം ഇതിലൊക്കെ പശുവിനെ കൊണ്ടുപോയത് എത്ര നാളെ മുന്നെയാണ് ഈ ആടിനെ കൊണ്ടുപോയി? അത് ഈ കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞിരിക്കണം. അതിനുശേഷം ഇപ്പോൾ 1 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ആണ് ഇപ്പോൾ ഈ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം എൻ്റെ സംശയം എന്ന് പറയുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇതിലൊക്കെ വരലുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാനത് ഇടയ്ക്ക് ഫോറസ്റ്റുകാരെ വിളിച്ച് പറയലുമുണ്ട്, സാറേ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കടുവായിട്ട് വരുന്നതായിട്ട് വീട്ടിലുണ്ട്, അപ്പോൾ എനിക്ക് പേടിയാണ്. സംശയം തോന്നാൻ നമുക്കത് അനുഭവം നമ്മൾ കണ്ടതാണല്ലോ. 4 വട്ടം കാണുമ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. കാരണം വെച്ചാൽ തൈ പശുക്കൾ ഇതെന്താ ഇതുങ്ങളെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞ പട്ടി വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതുങ്ങൾ പറയും എല്ലാം കൂടി ആകുമ്പോൾ ഇതിൽ ഇറങ്ങി വരും. നീ ഗ്യാപ്പ് ഇട്ടാൽ പിടിക്കാന്ന് ഓർത്തിട്ട് ഒരു 2 ആഴ്ച മുന്നേ അതിലെങ്ങനെ നടന്നു വന്നായിട്ട് വലിയ കാൽപ്പാട് അതുണ്ടായി. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. കാൽപ്പാടുണ്ട്. അതൊക്കെ കാണിക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ തർപ്പിച്ച് പറഞ്ഞതിൻ്റെ കാര്യം. കടുവ അല്ലാണ്ട് വേറൊരു മൃഗം ഇതിൽ വരാം. മാത്രമല്ല കടുവ ഇപ്പോൾ ഇങ്ങനെ ഈ ഏരിയയിൽ കളിക്കുവാണെങ്കിൽ മാന്, പന്നി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിന് ചുറ്റുവട്ടം അധികം ഉണ്ടാവില്ല. കാരണം അതിനെ പേടിച്ചിട്ട് അതുങ്ങൾ മാറുകയും ചെയ്യാം. ഇതിലാണ്ട് ഒരുപാട് മാനുകളൊക്കെ വരുന്നു. ഇപ്പോൾ ഒരു 3-4 മാസത്തേക്ക് ഇങ്ങോട്ട് മാനുകളെ കാണാനേ ഇല്ല, ഈ ഏരിയയിലേ ഇല്ല. അത് ഇതിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറമല്ലേ പഞ്ചാരക്കൊല്ലി? അതെ, ഇവിടുന്ന് തൊട്ടടുത്താ. ഇവിടുന്ന് അപ്പുറത്ത് പഞ്ചാരക്കൊല്ലി. അതും ഒരു വലിയൊരു സംഭവമായി പോയി. തീർച്ചയായിട്ടും. പിന്നെ അത് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെയാണെങ്കിൽ കാര്യമായിട്ടുള്ള വെട്ടം പിടിച്ച് അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, മാത്രമല്ല അയൽവക്കം എന്ന് പറഞ്ഞാൽ താഴേക്ക് എങ്ങോട്ട് ആരും ഇല്ല. അപ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് ഒച്ച ഉണ്ടാക്കാൻ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അപ്പോൾ ഞങ്ങളുള്ളത്. ആന ഇതിലൊക്കെ ഇറങ്ങി വന്നിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? ആന ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കയറും. താഴെ പറഞ്ഞിട്ടൊക്കെ പോകും. താഴെ റോഡ് വരെ വരും. റോഡ് വരെ വന്നുള്ള ചക്കയും മായും ഒക്കെ തിന്നിട്ട് അത് അതേപോലെ തന്നെ ഈ അടുത്തെന്നാ വന്നേ? ഈ അടുത്ത് 1 ആഴ്ച മുന്നേ വന്നല്ലടി, കഴിഞ്ഞ ആഴ്ചയല്ലേ, 1 ആഴ്ച മുന്നേ വന്നിരുന്നല്ലേ. ആന ഇറങ്ങി വരുന്ന ആ വഴി ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ഈ ഒരു പ്രദേശത്ത് ഇവിടെ നിന്ന് പട്ടിയെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇപ്പം തന്നെ ഒരു 4 പ്രാവശ്യത്തെ അനുഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കണ്ട ആ ഒരു കടുവയുടെ വിഷ്വൽ ചേട്ടൻ പകർത്തുകയും കൂടെ ചെയ്തു. അതുകൊണ്ട് നമുക്ക് തെളിവുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, അതേ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിലെയാണ് ഈ ഭാഗത്ത് ഈ ഗ്യാപ്പ് കൂടെയാണ് ഇത്. നേരെ ഫോറസ്റ്റ് ഇറങ്ങി വരുന്ന വഴിയാണ്. ഓ, ഇതിങ്ങനെ നടന്ന വഴിയായ നടന്ന് വഴി. അപ്പോൾ ഞങ്ങളൊക്കെ പോക്കുള്ളതാ. ആനയും വരലുണ്ട്. ഇത് വഴി ഇങ്ങനെ അങ്ങോട്ട് വരും. അങ്ങനെ കടന്നു വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ആരതാ? ഇത് വേറെ ചേട്ടൻ നട്ടതാ. ഇത് ഫോറസ്റ്റ് അല്ല, ഒരു വ്യക്തിയുടെ സ്ഥലമാണ്. ഇതിൽ ഇറങ്ങി വരുന്നല്ലേ? ഇതിൽ മേലെ ഇറങ്ങി വരും. പിന്നെ അതുപോലെ ഇത് ഇപ്പോൾ ഇഞ്ചി നട്ടാൽ പിന്നെ ശേഷം അങ്ങോട്ട് വന്നില്ല, പരക്ക വരും, ഇതിലെ വരും, ഇതിലെ വരും, ആ കാട്ടുകൂടെ വരും. അതൊക്കെ എന്താ സംഭവം? അതൊക്കെ ഈ എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവ്. അപ്പോൾ അവരുടെ സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. അവരാണെങ്കിൽ തേയില നുള്ളുന്ന പണിക്കാരൊക്കെ ഉണ്ട്. അല്ല, തേയില നുള്ളാറുണ്ടോ? നുള്ളുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കി. ചേട്ടൻ എവിടെ വെള്ളം തിരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു? വെള്ളം തിരിക്കാൻ പോകുന്നത് കുറച്ചും കൂടി കുറേ അപ്പുറത്തേട്ട് പോകണം. അങ്ങോട്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? അങ്ങോട്ട് കൂടെ പോകണം. അട്ടയുണ്ടാവും. ആണോ? അട്ടയുണ്ട്. ഇവിടെ ഈ പോകാൻ പറ്റുന്നതിൻ്റെ പരമാവധി പോകും. അട്ടയൊക്കെ ആയില്ല എത്ര പെട്ടെന്ന്? ഓ, മഴ തണുപ്പടിച്ചാൽ മതി. തണുപ്പടിച്ചു കഴിഞ്ഞാൽ അട്ടയാ. ഇത് വേറൊരു ചേട്ടനാണ് ഇഞ്ചി ആട്ടിരിക്കുന്നത്. വേറൊരു ചേട്ടനാണ് ഇഞ്ചി ആട്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ അട്ടയുണ്ടല്ലോ, കുഴി വരെ പോകണമെങ്കിൽ പോവാ. സുഖമല്ല ഇട്ടിരിക്കുന്നത്. അവിടെ ശരിക്കും എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണോ? ഏതാ? അത് എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ്. ഈ കുഴിയുള്ള സ്ഥലം? ഞങ്ങൾ വെള്ളം എടുക്കുന്നതൊക്കെ എസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തു നിന്നാണ്. അവരുടെ സ്ഥലത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഫോറസ്റ്റിൻ്റെ അല്ല? ഫോറസ്റ്റിൻ്റെ അല്ല. അതറിയാൻ വേണ്ടി ചോദിച്ചേ. വയലും ഈ തണുപ്പുള്ള സ്ഥലമൊക്കെ ഇതിന് പറ്റിയ സ്ഥലമല്ലേ? തീർച്ചയായിട്ടും. എല്ലാം കൊണ്ട് സൗകര്യമായ ഒരു ഏരിയ ആണ് മൃഗങ്ങൾക്ക് ഇവിടെ. ഇവിടെ ഈ കടുവ എത്ര നാളായിട്ട് ഇവിടെ ഈ കടുവയുടെ ശല്യം? ഇവിടെ പിന്നെ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് ഞങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൈപ്പ്, വെള്ളത്തിൻ്റെ പൈപ്പ്. വെള്ളത്തിൻ്റെ പൈപ്പ്. അതങ്ങനെയാണ് ഇങ്ങനെ വരുന്നല്ലേ? ഇതിങ്ങനെ അങ്ങോട്ട് പോയിട്ട്. അല്ല, ഇത് ഫോറസ്റ്റാണോ? ഇല്ലല്ല, ഇത് ഒരു വ്യക്തിൻ്റെ സ്ഥലമാണ്. ഇതൊക്കെ ഇതിങ്ങനെ കുറച്ച് ഏരിയ. പിന്നെ അത് അവിടെ നിന്ന് അങ്ങനെ ചുറ്റും അങ്ങനെ അങ്ങോട്ട് ഫോറസ്റ്റിലേക്ക് പോകും. അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഫോറസ്റ്റിലൊന്നുമല്ലോ? അല്ലല്ല, ഇപ്പോൾ ഫോറസ്റ്റ് അല്ല. ഫോറസ്റ്റിലേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൊച്ചച്ഛൻ്റെ ഒരു സ്ഥലമായിട്ട് വരും. ആണല്ലോ ഇതൊക്കെ? അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ആ വലിയ ചോല വന്നില്ലേ, അവിടെയാണ് ഞങ്ങൾ വെള്ളം തിരിക്കുന്നത്. അവിടെയാണ് കറക്റ്റ് ആ കുഴികൾ. അതിന് നേരെ മേലെ വശത്തുനിന്നാണ് ഇന്നലെ കടുവനെ കണ്ടതല്ലേ? അത് ആ റൂട്ട് വന്ന്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം എത്ര വ്യത്യാസമില്ല ഞങ്ങൾ തമ്മിൽ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ആ റോഡത്? ഈ റോഡല്ല, അതിൻ്റെ കുറച്ച് മേലെ. ഇതല്ല, അതിൻ്റെ മേലെ, എൻ്റെ തൊട്ടുമേലല്ല. ആ കറക്റ്റ് ആ മൂലയിലാണ് നമ്മളെ കിണറിരിക്കുന്നത്. കിണറല്ലേ? ഇവിടെയല്ലേ? ഇതിന് വഴി എങ്ങനെ പൈപ്പ് വേണം അങ്ങോട്ട് പോകണ്ടല്ലോ. പോകുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. അത് വേണം. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അല്ല, ഇപ്പം അങ്ങനെ പോയിരിക്കാനൊന്നുമില്ല. സന്ധ്യയൊക്കെ ആകുമ്പോൾ പറയാൻ പറ്റില്ല. ഈ കാട്ടിലെവിടെയും ചെയ്യാൻ പറ്റില്ല. അതെ, നല്ല എല്ലാം കൊണ്ടും പറ്റിയ സ്ഥലം. വെള്ളമുണ്ട്, തണുപ്പുമുണ്ട്. അപ്പോൾ ഈ ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും. അതെ, നമ്മൾ കാണില്ല. പക്ഷെ അതെ, അതിന് വേഗം കാണാൻ പറ്റും. ചേട്ടൻ ഇന്നലെ അത്രയും ദൂരെന്ന് ചേട്ടനെ കാണുന്നുണ്ട് ആ വീഡിയോയില്. തീർച്ചയായിട്ടും നോക്കിക്കുന്നത്. അതെ, അതന്നെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ഇവിടെ വരെ പോകും. ഇവിടെ മുതലൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ. ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ? ഇവിടെ ആ ക്യാപ്പ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ആ ക്യാപ്പ് കടന്നു വരുന്നതായിട്ട് കാണും. അങ്ങനെ അതാ മേലെ റോഡ് ഈ ഇടിഞ്ഞതിൻ്റെ ആ സിൽവറിൻ്റെ ഇടയിൽ കൂടെ മേലെ കുറച്ച് ക്യാപ്പ് കാണും. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതൊരു മുന്നാട്ടം കണ്ടപ്പോൾ ഞങ്ങൾ ഓടി. ഞാനും വായും കുറച്ചുകൂടി മുന്നോട്ട്. അപ്പോൾ ഇവിടുന്ന് കാണാൻ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ഓടി. അപ്പോൾ അവിടെ പോയി നമുക്ക് വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പോഴത്തേക്ക് ഏകദേശം ഇപ്പുറത്തേക്ക് വന്നു. വന്നവിടെ അപ്പം തന്നെ മൊബൈൽ കയ്യിലുണ്ടായിരുന്നു. അപ്പം തന്നെ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു. നന്നായി കേട്ടോ. അതെന്താ കാരണം അത് മെയിനായിട്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഈ 4 വട്ടം ഇവിടെ കണ്ടെങ്കിലും എൻ്റെ പട്ടീനെ ആരും വിശ്വസിക്കുന്നില്ല. ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ആണല്ലോ പട്ടീനെ കൊണ്ടായ. ആ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ അത് പട്ടിപ്പുലിയായിരിക്കും, വേറൊന്നുമല്ല, കടുവയല്ല എന്നാ പറഞ്ഞത്. അപ്പം ഇങ്ങനെ കറക്റ്റ്. അപ്പം എനിക്ക് അന്ന് മുതൽ മനസ്സിലുണ്ട് ഈ സാധനം ഒന്ന് വീഡിയോ കിട്ടണം. കിട്ടിയിട്ട് അപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ ആർക്കും ഒരു സംശയമില്ല. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായി അത് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ കളിയാക്കുക ഇവരെല്ലാവരും. എല്ലാവരും
അതൊരു കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതെ സമ്മതിക്കാനൊക്കെ ഒരു മടിയാണല്ലോ. അത് നാട്ടുകാർക്കും അതെ കേട്ടോ, എല്ലാവർക്കും അതന്നെ. വേണി അവിടം വരെ പോകാം, എന്തായാലും ഇവിടം വരെ വന്നല്ലേ, അങ്ങനെ മേടിക്കാനൊന്നുമില്ല. ഇത്തിരി റിസ്ക്കാല്ലേ? റിസ്ക്കൊക്കെയാണ്. ഒരു കത്തി എടുത്താൽ മതിയായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ പശുവിന് പുല്ലൊക്കെ ചെത്തുന്ന ഇവിടെ നിന്നൊക്കെയാണ്. അതെ. അപ്പം ഇന്നലെ ഈ കടുവേനെ മുൻപ് ഞങ്ങൾ പുല്ല് ചെത്തിയാണ് തീറ്റിക്കുന്നുണ്ടോ? ഓ ആ തീറ്റിക്കലും ഉണ്ട്, അതെ തീറ്റിക്കലും ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വെച്ചാണ് ആട്ടിനെ പിടിക്കുന്നത്. ഞാൻ കുറച്ച് പേര് കാണിച്ചതാ ഒരു വർഷം മുന്നേ. ഇതൊക്കെ പറമ്പല്ലേ സ്വകാര്യം? ഇതൊക്കെ നമ്മളിപ്പോൾ പറമ്പ് തന്നെയാണ്, ഇതൊക്കെ പറമ്പാ. അവിടെ നിന്ന് അങ്ങോട്ട് അത് എസ്റ്റേറ്റിൻ്റെ ഇവിടെ നിന്ന് മേലേക്കുള്ള ഫോറസ്റ്റ് ഉള്ളൂ, ആ റോഡിൻ്റെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് ഉള്ളത്. ഇതൊക്കെ ഞങ്ങൾ എത്തിയെടുക്കുന്ന പുല്ലാണ്. ഇതിവിടെ വെച്ചിട്ടാണ് കറക്റ്റായിട്ട് എൻ്റെ ആടിനെ പിടിക്കുന്നത്. വർഷം മുന്നേ നടന്നല്ലേ? ആ, ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് പോരെ, ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വെള്ളം എടുക്കുന്നല്ലേ? ഇതല്ല ഇത് ഞാൻ വേറൊരു ടീമിൻ്റെ എൻ്റെതായിട്ട് ഞാൻ വേറെ തന്നെ വൈപ്പിട്ടിരിക്കുന്ന ഇവിടെ തന്നെ. ഇവിടെ മരം മതി, ഒത്തിരി അങ്ങോട്ട് പോകണ്ട. ഇല്ലില്ല, ഇതാ ഈക്കാണ് ഇത്. ഇവിടെ പഠിക്കാനൊന്നുമില്ല. അവിടെ നിന്നാണ് സാധനത്തിനെ കാണുന്നത്. അതാണ് റോഡ്, അതാണ് നമ്മളെ വെള്ളക്കൊടി കേട്ടോ. അവിടെ കാണുന്നല്ലേ കടുവ കണ്ട ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം അങ്ങോട്ട് ഉപയോഗിക്കുന്നത് ഈ സ്ഥലത്തു നിന്ന്. ഇത് അവിടെ വെച്ചിട്ടാണ് കടുവ. അപ്പം ഞങ്ങൾ വെള്ളം തിരിക്കുമ്പോൾ സാധനം അവിടെ ഉണ്ട്. നിങ്ങളെ കണ്ടില്ല, പുള്ളിക്കപ്പ വിശപ്പില്ലായിരിക്കും. അതെ അതെ, ഇതാണ് വെള്ളക്കുഴി. അത് പറയുമ്പോൾ നമ്മൾ തമാശയായിട്ട് പറയെങ്കിലല്ലേ? ആ പിന്നെ ഇത്ര റിസ്ക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കടുവയെ കണ്ട ആ ഒരു പ്രദേശം. നമ്മളിപ്പോൾ ആ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിലാണ്, അതിൻ്റെ ആ ഒരു ഭാഗത്താണ് ആ റോഡുള്ളത്. അവിടെയാണ് കണ്ടത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഈ ചേട്ടൻ വെള്ളം എടുക്കാൻ വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വെള്ളം തിരിക്കാൻ വരുന്നത്. ഇത് പ്രൈവറ്റ് സ്ഥലമല്ലേ? ഇത് പ്രൈവറ്റ് സ്ഥലം അല്ലേ, എസ്റ്റേറ്റ് സ്ഥലമാണ്. ഫോറസ്റ്റ് അങ്ങ് അപ്പുറത്ത്, ആ റോഡിൻ്റെ അപ്പുറത്തോട്ടല്ലേ? ഇങ്ങനെ ഒരു സ്ഥലത്താട്ടോ ഈ ഒരു സംഭവം നടന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിക്കണം. അതാ ചേട്ടൻ്റെ വീട്ടിൽ അങ്ങോട്ട് ഇട്ടേക്കുന്ന പൈപ്പൊക്കെയാണ് ഈ കാണുന്നത്. ഇത്ര റിസ്ക്കാണ് ഇവരൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ. അവർ നേരിട്ട് കണ്ടിരിക്കുകയാണ്, നേരിട്ട് മൊബൈലിൽ പകർത്തുകയും കൂടെ ചെയ്തു. കാരണം ആദ്യത്തെ പ്രാവശ്യം ഒരു 4 പ്രാവശ്യത്തെ മൊത്തം അനുഭവമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആളുകൾ ആരും ചേട്ടൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അത് പൊതുവേ അങ്ങനെയാണല്ലോ സമൂഹം. ഒരാളൊരു സംഭവം കണ്ടു എന്ന് പറഞ്ഞാലും ആളുകൾക്ക് വിശ്വസിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഏതായാലും ഈ പ്രാവശ്യം അതുണ്ടായില്ല. ചേട്ടൻ കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പാകത്തിന് തന്നെ വീഡിയോ കൃത്യമായിട്ട് പകർത്തി. ഏതായാലും വലിയൊരു കടുവ തന്നെയല്ലേ ചേട്ടാ? വലിയൊരു തല ഇല്ല, നല്ല പ്രായമുള്ള കടുവയാണ്. 10 വയസ്സിൻ്റെ മേലെ എന്തായാലും ഉണ്ട് തീർച്ചയായിട്ടും. അല്ലേ? ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ നോക്കി നിൽക്കുന്നത് കാണുമ്പോഴേ. അതെ, ഇത്രയും ദൂരെ നിന്ന് ആ ഒരു വലുപ്പത്തിൽ കിട്ടണമെങ്കിൽ അതെ അതെ കടുവ തന്നെയാണ്. അതിൻ്റെ എത്ര ശരിക്കുള്ള എത്ര വലുപ്പം ഉണ്ടാവൂല്ലേ? അതെ അതെ. അതിന് നമ്മൾ പോകുന്ന വഴിയും അത്ര സേഫ് ഉണ്ടോ? ഇതിലിങ്ങനെ പൈപ്പൊക്കെ പോകണം. നമ്മൾ പിന്നെ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ നമ്മളൊന്ന് പോയി എന്ന് മാത്രം. ഇതാ പൈപ്പ് ഇവിടെ കൊണ്ടു ചാടിച്ച് ഇതിലെങ്ങനെയാണ് പോകുമ്പോഴേ. ഇനിയാണെങ്കിലേ ഇങ്ങനെ പറമ്പിലൊക്കെ വരുമ്പോഴേ ചുറ്റുപാടും ഒക്കെ ഒന്ന് ശരിക്കും നോക്കുക. അത്ര അല്ലെങ്കിൽ ഒന്നും വേണ്ട, ശ്രദ്ധിക്കാണ്ട് വരില്ല. പടക്കെങ്കിലും മേടിച്ച് വെച്ചിട്ടേ ചുമ്മാ ഒന്ന് പൊട്ടിക്കുക. അങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് പോയാൽ മതി. അത്രേ ഉള്ളൂ. പോയാൽ നമുക്ക് മാത്രമേ പോകുള്ളൂ. അതെ, വേറെ ആർക്കും പോകാനില്ല, പോയവർക്ക് മാത്രമേ പോകുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ആനപ്പിണ്ടല്ലേ? ആനപ്പിണ്ടോ ആണ്. ഇത് 2 ദിവസം മുന്നേ വന്നതാണ്. ഇതിലേക്ക് ഇറങ്ങണേല്ലേ? ആനപ്പിണ്ടോട്ടോ ആയി കിടക്കണേ. ഇത്രയും ദൂരത്താണ്. നമുക്ക് രാത്രി കാലങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം മുട്ടി തന്നെ. അതല്ലേ, പോയി തിരിക്കാന്ന് പറഞ്ഞാൽ അപ്പം നടക്കൂല. പിന്നെ നേരം വിളിക്കണം. പ്രത്യേകിച്ച് ഈ പഞ്ചാരക്കൊല്ലിയൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് അല്ലേ? ഓ പിന്നെ അത് ഇവിടുന്ന് ഈ കാട് വഴി പോവാണെങ്കിൽ അത്രയും ദൂരം പോലും ഇല്ലല്ലോ.
കാട് വഴി പോവാണെങ്കിൽ നമുക്ക് ഈ ഒരു മലേൻ്റെ ചെരുവെന്ന് അങ്ങോട്ട് മറിയാനേ ഉള്ളൂ ആണല്ലേ? അത്രേ ഉള്ളൂ, അടുത്ത് തന്നെയാണ് ഏകദേശം. അത് നിങ്ങൾക്ക് വരാൻ അധികം സമയമൊന്നും വേണ്ട. അതെ അതെ അതെ. ഈ കാണുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ആ ഒരു കടുവയുടെ ദൃശ്യം ആ ചേട്ടൻ പകർത്തിയത് കേട്ടോ. നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണിത്. അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ കൂടിപ്പോയത് ഒരു 300 മീറ്റർ കാണും അല്ലേ? 300 ഉണ്ടാവും അല്ലേ? അത്രയും അടുത്താണ് ഈ ഒരു സംഭവം ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഏതായാലും ഭയങ്കര ഒരു സംഭവിപ്പോയി. നമ്മളേതായാലും ആ സ്ഥലമൊക്കെ പോയി കണ്ടു കേട്ടോ. അതുപോലെ ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീട്ടിൽ നിന്ന് ഇവർ പകർത്തിയൊരു വിഷ്വലാണ്. ഈ പോസ്റ്ററിൽ ലൈറ്റുണ്ട്. ആ ലൈറ്റിൻ്റെ ചുവട്ടിൽ ഒരു കാട്ടാന നിൽക്കുന്ന ഒരു വിഷ്വലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആ ആന ഇവിടെയാണ് നിന്നേ? ആ ഇതിലിങ്ങനെയാണ് പോകുന്നത്. ഇതിലിങ്ങനെ വന്നേ? തിരിച്ചു വിട്ട് കൂടെ. ഓഹോ, ആ ചക്ക വീണ്ടും മുറ്റത്തോടെ വന്നേ? ആ ഇങ്ങനെ വന്നിട്ട് ഇതിൽ വന്നിട്ട് ഇതിലിങ്ങനെ ഈ ചക്ക പറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കും. എത്ര ദിവസമായി? ഒരാഴ്ചയായി? ഒരാഴ്ചയല്ല, ഒരു 2 മാസം മറ്റേ അയക്കണം. അത്ര ആയിട്ടുണ്ട്. അപ്പോൾ സാധനം ഇന്നലെ 2 ദിവസം മുന്നേ വന്നായിരുന്നു. 2 ദിവസം മുന്നേ വന്നിട്ട് ഈ ചക്ക പറിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ കെട്ടിയുണ്ടാക്കിയ ഒരു ഫെൻസിങ് ആണ് ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം നമ്മളെ ഉറക്കത്താണെങ്കിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഒച്ച ഉണ്ടാകും. ഇത് അങ്ങ് നീളം വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ബൗണ്ടറി കണക്കാരി ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ അങ്ങനെ തട്ടിയിട്ട് ഇതിന് മുന്നേ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞാലും അത് പോകുന്നില്ലല്ലോ. അത് പോകുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് പട്ടി വരയ്ക്കും. അപ്പം നമ്മൾ ഇറങ്ങി നോക്കും ഈ സൈഡിൽ എവിടെയൊക്കെ ഉണ്ടാവും. അറിയാൻ വേണ്ടി മാത്രമല്ല, നമുക്കറിയാൻ വേണ്ടി മാത്രമല്ല, ആന പോകാൻ വേണ്ടിയിട്ടല്ല. കാരണം ഇതിനകത്ത് ഷോക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിൽ ഫെൻസിങ് ഉണ്ട്. ഫോറസ്റ്റിന്റെ ഫെൻസിങ് കുറെ ഉള്ളു കൂടിയാണ്. പക്ഷെ അതിൽ വലിയ ചാർജ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അത് അത്ര ശരിയല്ല. അതിപ്പോഴും അങ്ങനെ ഫ്രീ ആയിട്ട് കാട് വള്ളിയൊക്കെ കൂടി ഇങ്ങനെ കിടക്കുകയാണ്, അർത്ഥമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു 2.5 മാസം മുന്നെയാണ് പഞ്ചാരക്കുല്ലി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് രാധ എന്ന് പറയുന്ന ചേച്ചിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല കൊന്ന് ഭക്ഷിച്ചു. ആ നിലയിലാണ് ആ ചേച്ചിയുടെ ബോഡി കിട്ടിയത്. അന്ന് ആ കടുവയ്ക്ക് വേണ്ടിയിട്ട് എത്ര ദിവസം തിരഞ്ഞു എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കണ്ടതാണ്. വലിയ സംഭവം തന്നെയായിപ്പോയി. അതിനുശേഷം ആ കടുവയെ ചത്ത നിലയിൽ കാണുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം അധികം നാളൊന്നും ആയില്ല. ഇപ്പോൾ വീണ്ടും ഈ പ്രദേശത്ത് തന്നെ കടുവയെ നേരിട്ട് വീഡിയോയിൽ കിട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് പല ദിവസങ്ങളായിട്ട് പലരുടെയും പട്ടികളെയും ഒക്കെ പോകുന്നുണ്ട്. പല ആളുകൾ കടുവയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നും സ്ഥിരീകരണമില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് വീഡിയോ അടക്കം തെളിവ് കിട്ടിയതുകൊണ്ട് നമുക്കിനി അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഇവിടെ കടുവയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ആ ഒരു സ്ഥലം കണ്ടു. ഈ ചേട്ടനൊക്കെ വെള്ളം തിരിക്കാൻ പോകുന്ന ആ പ്രദേശമൊക്കെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടതാണ്. എത്രത്തോളം ഭീകരമായ ഒരു സാഹചര്യത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഇങ്ങനെയും കുറേ ആളുകളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു സംഭവമൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തൊക്കെ വരുന്നത്, ഇവരുടെ ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കാണുന്നു കേട്ടോ. ഏതായാലും ഇനി ഒരു രാധയോ അങ്ങനെയുള്ള ഒരു സംഭവം ഇനി നമുക്ക് ഈ ഒരു നാട്ടിൽ വേണ്ട. അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകണ്ട. അതിന് മുന്നേ തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക തന്നെ വേണം. നേരത്തെ എപ്പോഴും നമുക്ക് ഓരോരോ തെളിവുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് സിഗ്നലൊക്കെ പല സ്ഥലത്തു നിന്ന് കിട്ടുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികളെടുക്കുക. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം നടന്നിട്ട്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാളികാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ നമ്മൾ പോയതാണ്, നേരിട്ട് കണ്ടതാണ്. ആ പ്രദേശത്ത് ഇതുപോലെ തന്നെ പല തവണ ആളുകൾ പരാതി കൊടുത്തിട്ടും ആരും മുഖവരയ്ക്കെടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഒരാളുടെ ജീവൻ അവിടെ പോയി. ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് അവിടെ കടുവ കൊന്ന് തിന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ആളുകൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു അധികാരികൾ മുഖവരയ്ക്കെടുക്കണം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്